ഫോർത്ത് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 2 എന്ന് പറയുന്ന പേപ്പറിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2023 16ാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. അസസ്മെന്റ് ഓഫ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എ ഡൊമസ്റ്റിക് കമ്പനി സബ്മിറ്റ്സ് ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇറ്റ്സ് ഇൻകം ഫോർ ദി പ്രീവിയസ് ഇയർ എൻഡിംഗ് 31st March 2022. Profit of business after deduction of donation to approved charitable institution 80G 4 lakh, donation to charitable institution by check 50,000. The next, interest on government securities 20,000, dividend from a domestic company gross 60,000, long term capital gain 1 lakh, book profit under section 115JB 10 lakh. During the financial year 2020-21, the company deposited 50,000 in IDBI. The company distributed a dividend of rupees 1 lakh on 6th November 2021. Compute the taxable income of the company and tax payable by it for the assessment year 2022-23. Okay. ഇതേ രീതിയിലുള്ള ഒരു സെയിം ക്വസ്റ്റ്യൻ 2024 ചോദിച്ചിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിരന്തരമായി 4 വർഷങ്ങളിലായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക നല്ല രീതിയിൽ. അസസ്മെന്റ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ആണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കുക. നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻകംസ് ഒന്നാമത്തെ പ്രോഫിറ്റ് ആണ് തന്നത്. അത് ബിസിനസ് ഇൻകം ആണ്. അപ്പൊ ഒന്നാമത്തത് ഇൻകം ഫ്രം ബിസിനസ് ആണ്. ഇൻകം ഫ്രം ബിസിനസ്. ഇൻകം ഫ്രം ബിസിനസ്സിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് എന്താണ്? പ്രോഫിറ്റ് ഓഫ് ബിസിനസ് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ഡൊണേഷൻ ആണ്. ഡൊണേഷൻ കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് തന്നത്. അതായത് എത്രയാണ് പ്രോഫിറ്റ് തന്നിരിക്കുന്നത്? പ്രോഫിറ്റ് തന്നിരിക്കുന്നത് 4 lakh ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഡൊണേഷൻ എന്ന് പറയുന്ന ഡിസലോഡ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡൊണേഷൻ ഒരിക്കലും നമ്മുടെ ബിസിനസ് ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് മൈനസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് നമ്മളത് വീണ്ടും ഇതിനെ ആഡ് ചെയ്യുന്നു. അതായത് ഡിസലോഡ് ഐറ്റംസിനെ നമ്മൾ ഇതിലേക്ക് ഓൾറെഡി കുറച്ചത് കൊണ്ട് ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ആഡ് ചെയ്യുന്നു. എത്രയാണ്? ഡൊണേഷൻ ആണ്. ഡൊണേഷൻ എന്ന് പറയുന്ന എമൗണ്ട് എത്രയാണ്? ഡൊണേഷൻ 50,000 ആണ്. അപ്പൊ 50,000 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4,50,000 എന്ന് ബിസിനസ് ഇൻകം കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഇൻകം നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നത് എന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് അടുത്ത ക്വസ്റ്റ്യനിൽ ഉള്ളത്. അതായത് ക്യാപിറ്റൽ ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 1 lakh ആണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഇൻകം ഏതാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് 20,000 തന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഡിവിഡൻഡ് തന്നിട്ടുണ്ട്. ഡിവിഡൻഡ് എത്രയാണ്? ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു 60,000 ആണ് ഡിവിഡൻഡിന് തന്നിട്ടുള്ളത്. ഡിവിഡൻഡ് 60,000 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. 80,000 ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ 2 ഇൻകം ആണ് അതർ സോഴ്സിലുള്ളൂ. രണ്ടും ആഡ് ചെയ്യുന്നു. ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 80,000 എന്ന് കിട്ടും. ഇനി ഇതിനെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ വാല്യൂ കിട്ടും. 4,50,000 1 lakh. അപ്പൊ 5,50,000 80,000 ആഡ് ചെയ്യുന്നു. അപ്പൊ എത്ര വരും? നമുക്ക് 6,30,000 എന്ന് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ എമൗണ്ട് കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഡിഡക്ഷൻ മൈനസ് ചെയ്യണം. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G, അതായത് ഡൊണേഷൻ ആണ് 80Gയിൽ വരുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡൊണേഷൻ 50,000 ആണ്. ഈ 50,000 അതല്ലെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ എന്താണ് 10% വിച്ച് എവർ ഈസ് ലെസ് ആണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കേണ്ടത്. ആദ്യമായിട്ട് ക്വാളിഫയിങ് എമൗണ്ട് കാണാൻ. അപ്പൊ ഇവിടെ 6,30,000 ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതിൽ നിന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനെ മൈനസ് ചെയ്ത് കളയണം. അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 1 lakh ആണ്. അപ്പൊ നമുക്ക് 5,30,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ 10% കണ്ടാൽ എത്രയാണ്? 53,000 എന്ന് കിട്ടും. 53,000 ഓർ എന്താണ്? 50,000 ആക്ച്വൽ ഡൊണേഷൻ. ഓക്കെ, ഇത് നമ്മൾ കമ്പയർ ചെയ്യുന്നു. വിച്ച് എവർ ഈസ് ലെസ് ആണ് എന്ത്?
ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ക്വാളിഫയിങ് എമൗണ്ട് എത്രയാണ്? 50,000 ആണ്. അപ്പൊ 50,000ന്റെ 15% ആണ് ഡൊണേഷൻ ടു അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് എന്താണ്? 50% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ്. അപ്പൊ ഇതിന്റെ 50% കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 25,000 എന്ന് കിട്ടും. അതായത് 50,000ന്റെ 50% എന്ന് പറയുന്നത് 25,000 എന്ന് കിട്ടും. അപ്പൊ ഇതിനെ മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6,05,000 എന്ന് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇൻകം എത്രയാണ്? 6,05,000 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ടോട്ടൽ ഇൻകം കണ്ടെത്തി. ഇനി ഇതിന്റെ ടാക്സ് പേബിൾ എത്രയാണെന്നുള്ളത് കണ്ടെത്തണം. അപ്പൊ അടുത്തതായി നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് പേബിൾ ആണ് കണ്ടെത്തുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് പേബിൾ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോർമൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ബുക്ക് പ്രോഫിറ്റിന്റെ മുകളിൽ അതായത് മാറ്റ് മിനിമം ആൾട്ടർനേറ്റീവ് ടാക്സും കാണണം. അതിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്ന ഏതാണോ അതാണ് ടാക്സ് പേബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോർമൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 1 lakh തന്നത് കൊണ്ട് തന്നെ അതിന്റെ 20% നമ്മൾ ഫസ്റ്റ് കാണണം. ഓക്കെ, അപ്പൊ 1 lakhന്റെ 20% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 20,000 എന്ന് എമൗണ്ട് കിട്ടും. ഇനി നെക്സ്റ്റ് ബാലൻസ് എമൗണ്ട് നമ്മൾ കണ്ടെത്തുന്നു. അതായത് ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് 6,05,000 ആയിരുന്നു ടോട്ടൽ ഇൻകം കിട്ടിയത്. അതിൽ നിന്ന് 1 lakh മൈനസ് ചെയ്യുന്നു. 1 lakhന്റെ ഓൾറെഡി നമ്മൾ ലോങ് ടേമിന്റെ ടാക്സ് കണ്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5,05,000 എന്ന് കിട്ടും. ഈ 5,05,000ന്റെ എത്ര പെർസെന്റേജ് ആണ്? ഡൊമസ്റ്റിക് കമ്പനി ആയതുകൊണ്ട് തന്നെ 25%. അതായത് 400 crore മുകളിൽ വരുന്നില്ല, അതിന് ഉള്ളിലായതുകൊണ്ട് തന്നെ 25% ആണ് ഡൊമസ്റ്റിക് കമ്പനിയുടെ ടാക്സ് റേറ്റ് കമ്പനിയുടെ കേസിൽ വരിക. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1,26,250 എന്ന് കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ 1,46,250 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇതിന്റെ കൂടെ സർചാർജ് ആഡ് ചെയ്യണം. പക്ഷെ ഇവിടെ സർചാർജിന്റെ ഇൻകം ലിമിറ്റ് എന്തായിട്ടില്ല, എക്സീഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ നില്ലാണ് സർചാർജ്. ഇപ്പൊ 1,46,250 എന്ന് വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് HEC ആഡ് ചെയ്യണം. HEC ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4%. അതായത് 1,46,250യുടെ 4% കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 5,850 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,52,100 എന്ന് കിട്ടും. ഈ കിട്ടുന്നതാണ് എന്ത്? നോർമൽ ടാക്സ് പേബിൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ നമ്മൾ ബുക്ക് പ്രോഫിറ്റിന്റെ മുകളിൽ ടാക്സ് പേബിൾ കാണുന്നു. ടാക്സ് ഓൺ ബുക്ക് പ്രോഫിറ്റ്. ഓക്കെ, ഇവിടെ ബുക്ക് പ്രോഫിറ്റ് നമ്മുടെ ക്വസ്റ്റനിൽ തന്നത് എത്രയാണ്? 10 lakh ആണ് ബുക്ക് പ്രോഫിറ്റ് തന്നിട്ടുള്ളത്. ഈ ബുക്ക് പ്രോഫിറ്റിന്റെ 15% ആണ് ടാക്സ് മാറ്റ് വരുന്നത്, മിനിമം ആൾട്ടർനേറ്റീവ് ടാക്സ് വരുന്നത്. ഇതിന്റെ 15% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1,50,000 എന്ന് കിട്ടും. ഇനി നേരത്തെ പോലെ തന്നെ സർചാർജ് ഇൻകം ലിമിറ്റ് എക്സീഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സർചാർജ് ഇല്ല. ഇവിടെ HEC ആഡ് ചെയ്യുന്നു. HEC എത്രയാണ്? 4% ആണ്. അതായത് 1,50,000ന്റെ 4% നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 6,000 എന്ന് കിട്ടും. അപ്പൊ ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,56,000 എന്ന് കിട്ടും. 1,56,000 എന്ന് നമുക്ക് ടോട്ടൽ കിട്ടും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 1,50,000 അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടെത്തിയ എത്ര ടാക്സ് പേബിൾ എന്ന് പറയുന്നത്, ടാക്സ് എന്ന് പറയുന്നത് 1,52,100 ആണ്. അപ്പൊ ഇതിൽ ഏതാണോ ഗ്രേറ്റസ്റ്റ് എമൗണ്ട് അതാണ് ടാക്സ് പേബിൾ എന്ന് പറയുന്നത്. അപ്പൊ ടാക്സ് പേബിൾ ഈസ് ഈക്വൽ ടു എന്ത് വരും? ടാക്സ് പേബിൾ ഈസ് ഈക്വൽ ടു 1,56,000 വരും. കാരണം ഇതാണ് കൂടുതൽ വരുന്നത്. അപ്പൊ അതാണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 2024ലും 2023ലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, സെയിം രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് നമുക്ക് കാണാം. താങ്ക് യു.